ഹായ് ഓൾ, വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ഞാൻ റൂമിലിരുന്ന് തന്നെ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല. നമ്മുടെ ലെസ്റ്ററിൻ്റെ NHS ഇൻ്റർവ്യൂ അതിൻ്റെ നെക്സ്റ്റ് ഔട്ട്കമ്മിലേക്ക് ഒരു റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇൻ്റർവ്യൂ കോളുകൾ നമ്മുടെ കാൻഡിഡേറ്റ്സിന് വന്നു തുടങ്ങി. അന്ന് നമ്മളിട്ട ആ ഒരു വീഡിയോയിൽ ഒത്തിരി പേര് ആപ്ലിക്കേഷൻ ഇട്ടു. അറൗണ്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ 1 മില്യൺ പ്ലസ് ആൾക്കാരിലേക്ക് അതെത്തി. അറിയുന്ന എല്ലാവർക്കും ഷെയർ കൊടുത്തു. അതിൻ്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്ന വണ്ണമാണ് ഒരുപാട് പേരിലും അതൊരു ഇൻ്റർവ്യൂ കോളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് 1-2 ഇൻ്റർവ്യൂ കോളുകൾ വന്നിട്ടുള്ള ആ ഒരു വീഡിയോ, ആ ഒരു ഡീറ്റെയിൽസ് ഞാനിവിടെ ആഡ് ചെയ്യാം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇപ്പം നമുക്ക് മാർച്ച് 6-നും മാർച്ച് 12-നും എല്ലാം ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത കുട്ടികളുണ്ട്. കുറച്ച് പേരുടെ ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് പേരുടെ ഇൻ്റർവ്യൂസ് ഇപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾ മെയിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികൾക്ക് മിസ്സായത് വരെയുണ്ട്, അതായത് ഇൻ്റർവ്യൂ കോൾസ് മിസ്സായത് വരെയുണ്ട്. മെയിൽ ചെക്ക് ചെയ്യുക. ആൻഡ് ദെൻ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ച് കണ്ടുവരുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. പ്രോപ്പർ സിഗ്നൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ കണക്ഷൻ ഇഷ്യൂസ് എല്ലാം ഉറപ്പുവരുത്തുക. പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രോപ്പർ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ എങ്ങനെ ഫേസ് ടു ഫേസ് പ്രസൻറ്റ് ആവുന്നു അതുപോലെ തന്നെ വേണം നിങ്ങൾ ഇതിലും പ്രസൻറ്റ് ആവാൻ വേണ്ടിയിട്ട്. കാരണം ഈവൻ അത് ടീംസിലാണെങ്കിലും ഒത്തിരി കോമ്പറ്റീഷനാണ്, റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും തീരെ ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ ഇത്രയും പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ചെറിയ നമ്പർ ആയിരിക്കും എന്താണെങ്കിലും അവർ ചൂസ് ചെയ്യുക. അപ്പോൾ ആ ചെറിയ നമ്പറിൽ ഒരാൾ ഞാനാകണം എന്നുണ്ടെങ്കിൽ അത്രയും കോമ്പറ്റീഷനുള്ള ഒരു ഇൻ്റർവ്യൂ ആണെന്നുള്ള എക്സ്പെക്റ്റേഷനെ തന്നെ നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ലൊരു അറ്റയർ, നല്ലൊരു പ്രൊഫഷണൽ ഡ്രസ്സ്, ഒത്തിരി ഡാർക്ക് കളർ ഡ്രസ്സൊന്നുമല്ല, ഒരു ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട് ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂവിനെ പ്രസൻറ്റ് ചെയ്യുക. സീരിയസ് ആയിട്ട് എടുക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ട്രെയിനിങ് ഒക്കെ ഒരുപാട് പേർക്ക് അവൈലബിൾ ആകുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലി എന്നോട് ട്രെയിനിങ് ചോദിച്ചവർക്ക് നമ്മുടെ ട്രെയിനിങ് എനിക്ക് തോന്നുന്നു in 2 months ഉള്ളൂ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ ട്രെയിനിങ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനിങ് ആണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഈവൻ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ പോലും നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു 3 days കോഴ്സ് ഉണ്ട്. അത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ പറയുന്നതിൻ്റെ റീസൺ അത്രയും കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണ്. മാത്രമല്ല പീഡിയാട്രിക്സ് ആണ്. സിമ്പിളായിട്ട് നിങ്ങൾ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്ന പോലെയുള്ള സിനാരിയോ ബേസ്ഡും എല്ലാം ചോദിക്കുന്നുണ്ട്. കൂടത്തിൽ സിനാരിയോ ബേസ്ഡ് എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ പീഡിയാട്രിക്സിൻ്റെ ലെവലിൽ നിന്ന് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അവർക്ക് തരും. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും സിഗ്നലും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുക. 5 minutes മുന്നേ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ കോളിനകത്ത് കയറിയിരിക്കണം. സോ അതും ഓർക്കുക, 5 minute മുന്നേ കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഈ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. ഇനി ഇൻ കേസ് എന്നെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഞാൻ ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അത് അവരെ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആകും. ഈവൻ അവരുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഡയറക്റ്റായിട്ടൊരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരുപാട് അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഞാൻ റെഫർ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. ബട്ട് ഫ്യൂച്ചറിൽ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സെപ്പറേറ്റ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ കാൻഡിഡേറ്റ്സിനൊക്കെ വന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ലെസ്റ്ററിലാണ്. ഈ കുട്ടിക്ക് വന്നത് 6th ആണ്. 12th വന്ന കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഇതുവരെ മെയിൽ ചെക്ക് ചെയ്തിട്ടില്ലാത്തവർ ചെക്ക് ചെയ്യുക. വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് 5 minutes ബിഫോർ തന്നെ നിങ്ങളുടെ സിഗ്നൽസും അതുപോലെ തന്നെ ക്യാമറയും മൈക്രോഫോണും എല്ലാം വർക്കിംഗ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ദ ഇൻ്റർവ്യൂ പാനൽ വിൽ ബി 2 female പീഡിയാട്രിക് നഴ്സസ് ആയിരിക്കും. സോ അവർ പീഡിയാട്രിക് നഴ്സസ് ആണ്, അവർ തന്നെയാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുക്കുന്നത്. സോ അതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, സിനാരിയോ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.